കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ സെമിനാറും പ്രതിരോധ ചങ്ങലയും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നടന്ന പ്രതിരോധ ചങ്ങലയിൽ കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര IPS ആദ്യ കണ്ണിയായി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൈകോർക്കാം യുവതയ്ക്കായി എന്ന സന്ദേശം ഉയർത്തിയാണ് ബോധവൽക്കരണ സെമിനാറും പ്രതിരോധ ചങ്ങലയും സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന സെമിനാർ കാഞ്ഞങ്ങാട് DVSP ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിച്ച അവരുടെ പ്രൊബേഷണറി SIയുടെ ഷോൾഡർ കിളകിയ കേസ്, കുത്തി പരിക്കേൽപ്പിച്ച കേസ്, ഈ കേസുകൾ ഞങ്ങൾ പിടിക്കുന്ന ഈ കേസുകളിലെല്ലാം ഉള്ള പ്രത്യേകത 955 കേസുകൾ കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനുള്ള പ്രത്യേകത ഈ 955 കേസുകളുടെയും പരാതിക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതാണ്. തുടർന്ന് പ്രഭാഷകൻ VK സുരേഷ് ബാബു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മളിപ്പോ എല്ലായിടത്തും ലഹരിക്കെതിരായിട്ടുള്ള സെമിനാറുകളും സിമ്പോസിയങ്ങളും ജാഥകളും പ്രകടനങ്ങളും പഠന ക്ലാസുകളും നടന്നു. പക്ഷെ ഇത് കേൾക്കേണ്ട ഒരു മനുഷ്യ മുമ്പിൽ വന്നിരിക്കുകയും ഈ ക്ലാസുകൾ കേൾക്കേണ്ട ഒരാളും മുന്നിൽ വന്നിരിക്കുന്നില്ല. അവരീ സംഭവമേ അറിയുന്നില്ല. അവരൊരു വേറെ തന്നെ ഒരു ലോകത്താണ്. പണ്ടൊരു സ്കൂളിലെ ഹെഡ് മാഷ് പറഞ്ഞ ക്ലാസ് മാഷ് പറഞ്ഞിരുന്നു, ഇന്ന് ഹാജരാവാത്ത കുട്ടികളൊക്കെ സ്റ്റാൻഡപ്പ്, നേപ്സെറ്റായ കുട്ടികളൊക്കെ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ക്യാമ്പയിൻ ബധിരകർണങ്ങളിലാണോ പതിക്കുന്നത് എന്ന് സംശയമിരിക്കരുത്. KPOA ജില്ലാ പ്രസിഡന്റ് P അജിത് കുമാർ അധ്യക്ഷനായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ, വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP മഹേഷ്, KPA ജില്ലാ സെക്രട്ടറി AP സുരേഷ്, KPOA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. KPOA ജില്ലാ സെക്രട്ടറി P രവീന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KPV രാജീവൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് കാഞ്ഞങ്ങാട് നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ചങ്ങലയും തീർത്തു. കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപത്തിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS ആദ്യ കണ്ണിയായി. ലഹരിമുക്ത കേരളമാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. അതിന് ജനങ്ങളുടെ സഹകരണവും സഹായവും അനിവാര്യമാണെന്ന് DIG യതീഷ് ചന്ദ്ര IPS പറഞ്ഞു. കേരളത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസസിന്റെ അബ്യൂസാണ്, ലഹരി. അപ്പോൾ ഞങ്ങൾ ലഹരിമുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എല്ലാവിധ ക്രമങ്ങൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ എല്ലാ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്താലും ഇത് ഞങ്ങൾ സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. ലഹരിമുക്ത കേരളമാക്കാൻ വേണ്ടി പോലീസിനൊപ്പം എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. പോലീസിന് എല്ലാ തരം സഹകരണം കൊടുക്കണം. അതേപോലെ എല്ലാവരും ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ലഹരി ഒരു കാര്യം ഞങ്ങളുടെ നാടിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ജില്ലാ പോലീസ് മേധാവി വിജയഭാരതി റെഡ്ഡി IPS, ചെയർപേഴ്സൺ സുജാത ടീച്ചർ, അഡ്വക്കേറ്റ് അപ്പുക്കുട്ടൻ, ഡോക്ടർ C ബാലൻ, വിഷ്ണുഭട്ട്, ഫാദർ ജോൺസൺ അപ്പോസ്തലസ് തുടങ്ങി പൊതുമണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ, ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഓട്ടോ തൊഴിലാളികൾ, JCs, ലോട്ടറി, ലയൺസ് ക്ലബ് അംഗങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി അംഗങ്ങൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, NSS കേഡറ്റുകൾ, നന്മമരം പ്രവർത്തകർ, വിവിധ ലഹരി വിരുദ്ധ സമിതികൾ, കൊളവയൽ ജാഗ്രതാ സമിതി അംഗങ്ങൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രതിനിധികൾ തുടങ്ങി വിവിധ രാഷ്ട്രീയ നേതാക്കൾ, ഗ്രന്ഥശാല ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങി ആയിരങ്ങൾ കാഞ്ഞങ്ങാടിന്റെ പൗരാവലി ചങ്ങലയിൽ കണ്ണികളായി. സ്മൃതി മണ്ഡപം മുതൽ കോട്ടച്ചേരി വരെ നീണ്ട മനുഷ്യച്ചങ്ങല അക്ഷരാർത്ഥത്തിൽ ലഹരിക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂടിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.